ആക്കാനുള്ള ശ്രമത്തിലാണ് ഗ്രാമപഞ്ചായത്ത്. കാർഷിക മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് തീർച്ചയായും ജൂറിക്ക് ചോദിക്കാനുണ്ടായിരിക്കും. ചോദിക്കാല്ലേ? വിയ്യൂപുരം പഞ്ചായത്തിലും കൃഷിക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. തീർച്ചയായും എനിക്കിതിൽ വളരെ ആകർഷകമായി തോന്നിയത് 125 ഹെക്ടർ തരിശുഭൂമിയായിട്ട് കിടന്നത് 100 ഹെക്ടർ ഇപ്പോൾ വീണ്ടെടുത്തിട്ടുണ്ട്. അത് എത്ര കാലം കൊണ്ടാണ് ചെയ്തത്? അതിൽ പഞ്ചായത്തിന്റെ പങ്ക് എന്താണ്? 2008-09 സാമ്പത്തിക വർഷത്തിൽ തരിശീലം കൃഷിയോഗ്യമാക്കുന്നതിന് ഞങ്ങൾ പഞ്ചായത്ത് തലത്തിൽ തന്നെ പഞ്ചായത്തിന്റെ വികസന ഫണ്ട് 5 ലക്ഷം രൂപ വക ഒളിച്ചു. ആ ഇനത്തിൽ തന്നെ 50 ഹെക്ടർ സ്ഥലത്ത് തരിശീലം കൃഷിയോഗ്യമാക്കി തീർത്തു. കഴിഞ്ഞ വർഷം രാഷ്ട്രീയ കൃഷി വികാസ് യോജന കഴിഞ്ഞ സാമ്പത്തിക വർഷം രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം തരിശീലം കൃഷിയോഗ്യമാക്കുന്ന പദ്ധതിയും അതോടൊപ്പം ഒപ്പം തന്നെ ജലസേചന സൗകര്യം എത്തിക്കുന്നതിന് വേണ്ടി തോടുകളുടെ ആഴം കൂട്ടുന്നത് മെഷീൻ ഉപയോഗിച്ച് ചെയ്യുവാനായിട്ടും കഴിഞ്ഞു. അത് ശരി. അപ്പോൾ NREG കൂടി ഇതിൽ ഉൾപ്പെടുത്തി കുറെ കൂടെ വിപുലമായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നോ? NREG പദ്ധതിയും കൂടെ ഇതിൻ്റെ അകത്ത് ക്ലബ് ചെയ്യുന്നുണ്ട്. തോടുകളുടെ ആഴം കൂട്ടി കഴിഞ്ഞപ്പോൾ അതിന്റെ വരമ്പ് പിടിക്കുന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കൊണ്ട് തന്നെ. അത് ശരി. ഇതിൽ മുഴുവൻ നെൽകൃഷിയാണ്. എത്രത്തോളം ഉൽപാദനക്ഷമതയുണ്ട് അവിടെ? ഒരു ഹെക്ടറിന് 6 ടൺ ഉൽപാദനം ഇപ്പമുണ്ട്. ഒരുപ്പുവാണ്. നേരത്തെ ഒരു 5 ടണ്ണേ ഉള്ളായിരുന്നു. നമ്മള് പഞ്ചായത്തിന്റെ പല പദ്ധതികൾ ഇടപെടലുകൾ നിമിത്തം ഇപ്പൊ 6 ടൺ വരെ ആയിട്ടുണ്ട്. 6 ടൺ ആയി ഉയർത്താനായിട്ട് പ്രധാനമായിട്ട് എന്താണ് ചെയ്തിട്ടുള്ളത് അറിയാമോ? കുട്ടനാടൻ പ്രദേശമായതുകൊണ്ട് അമ്ലത്വമുള്ള മണ്ണാണ്. ഇപ്പൊ പഞ്ചായത്തിൽ നിന്നാണെങ്കിൽ സുലഭമായിട്ട് നീറ്റുകക്ക കൊടുത്തു. അപ്പൊ അമ്ലവീര്യം കുറയ്ക്കാൻ പറ്റി. അത് നമ്മുടെ കൃഷിയെ വളരെയധികം പ്രയോജനപ്പെട്ടു. വിത്തെങ്ങാനും മാറ്റിയിട്ടോ? വേറെ പുതിയ വിത്ത് മാറ്റിയില്ല. നമ്മൾ ഉമയാണ് കൂടുതലും കൃഷി ചെയ്യുന്നത്. വെറൈറ്റി. പിന്നെ ശാസ്ത്രീയമായ കൃഷി രീതികൾ വല്ലതും? കൃഷി രീതികൾ എന്താണ് ശാസ്ത്രീയമായിട്ടുള്ളത്? നമ്മള് രാസവളം കൊടുക്കാറുണ്ട്. അല്ല, അതാണ് ശാസ്ത്രം. ഞാൻ അഗ്രോണമിയെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, മെഷീനറി ഉപയോഗിക്കുന്നുണ്ട്. മെഷീനറി. പക്ഷെ ഈ കൃഷി ചെയ്യുന്ന പല സ്റ്റേജ് പല വിധത്തിൽ അതിൽ ശാസ്ത്രീയമായ ഇടപെടലുകളൊന്നുമില്ല. ഇപ്പൊ ജാപ്പനീസ് മാതൃകയില് നൂല് പിടിച്ച് നമ്മള് ഇത്ര ഡിസ്റ്റൻസില് പിന്നെ ഞാറ് നടുക, പിന്നെ കളകളുണ്ടെങ്കിൽ അതാ സമയത്ത് എടുത്ത് മാറ്റുക. നല്ല അതൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ. അവിടെ എത്ര സ്കൂളുകളുണ്ട് പ്രസിഡന്റ്? സ്കൂളുകൾ 8 സ്കൂളുകളുണ്ട്. 8 സ്കൂളുകളുണ്ട്. അതെല്ലാം എങ്ങനെയാണ്? UP LP വിഭാഗത്തിന് 3, UP വിഭാഗത്തിന് 4, ഒരു ഹൈസ്കൂളുമാണ്. അംഗൻവാടികളിൽ മാത്രം ഒന്നും എഴുതിയിട്ടില്ല. അംഗനവാടിയിൽ 13 അംഗനവാടികളാണ്. 250 കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. അംഗനവാടിയിലെ സർക്കാർ നമ്മുടെ പഞ്ചായത്തിന്റെ കീഴിലുള്ള അംഗനവാടികൾ മുഴുവൻ വൈദ്യുതീകരിച്ച് അതിനാവശ്യമായ ക്രമീകരണം അവിടെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം മുമ്പേ പറഞ്ഞതുപോലെ അംഗനവാടി കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം തൊട്ട് ആയുർവേദ മരുന്ന് അവരുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആയുർവേദ മരുന്ന് കൊടുക്കുന്ന ഒരു പുതിയ പദ്ധതി ആലപ്പുഴ ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് ഞങ്ങൾ തുടക്കം കുറിച്ചത്. അതിന് ഈ ആയുർവേദ ഡോക്ടർ വന്ന് കുട്ടികളെ നോക്കൂ? തീർച്ചയായിട്ടും. പരിശോധിച്ച ശേഷമാണ്. ഈ പട്ടികജാതി കുടുംബങ്ങൾ എത്രയുണ്ട്? പട്ടികജാതി കുടുംബങ്ങൾ 415 കുടുംബങ്ങളാണ്. 415 കുടുംബങ്ങളില് എത്ര പേർക്ക് ഭൂമിയുണ്ട്? കൃഷിഭൂമി സ്വന്തമായിട്ട് ഭൂമിയുള്ളവർ വളരെ കുറവാണ്. പക്ഷെ അവർ പാട്ടകൃഷി ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. പാട്ടകൃഷിയാണ്. പക്ഷെ സ്വന്തമായിട്ട് അവർക്ക് ആർക്കും കൃഷിഭൂമിയില്ല. സ്വന്തമായിട്ട് ഇപ്പം കൃഷി പട്ടികജാതി വികസന വകുപ്പിൽ നിന്ന് ഇപ്പം ഭൂമി അവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. കൃഷി അല്ലാതെ മറ്റെന്തെല്ലാം തൊഴിലുകളാണ് അവിടെ ഉള്ളത്? മത്സ്യകൃഷി, അതെല്ലാം മത്സ്യകൃഷി, മീൻ വളർത്തലുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഈ വർഷം പഞ്ചായത്തിൽ നിന്ന് തന്നെ 110 കുടുംബങ്ങൾക്ക് ആടിനെ സൗജന്യമായി കൊടുത്ത് സബ്സിഡി നിരക്കിൽ കൊടുത്ത് ആട് വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പശു വളർത്തലുണ്ട്. ഈ നമ്മുടെ ക്ഷീരസംഘങ്ങൾ മുഖേന തന്നെ കാലിത്തീറ്റ വിതരണം ചെയ്യുന്നുണ്ട്. ശരി. പച്ചക്കറി കൃഷിയും വാഴകൃഷിയും ഇപ്പോൾ പുരുഷ സംഘങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ചെയ്യുന്നുണ്ട്. സ്കൂളുകളിൽ എന്താണ് കത്തിക്കുന്നത് ഈ ഉച്ചഭക്ഷണം ഉണ്ടാക്കാനായിട്ട്? അവിടെ വിറകാണ് കത്തിക്കുന്നത്. വിറകാണ്. അവിടെ പുകയില്ലാത്ത അടുപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ടോ? 2 സ്കൂളിൽ പുകയില്ലാത്ത അടുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലത്ത് എന്താ? അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 15 കൊല്ലമായില്ലേ ജനകീയാസൂത്രണം തുടങ്ങിയിട്ട്? ഞങ്ങൾക്ക് തനത് വരുമാനം വളരെ കുറവുള്ള ഒരു പഞ്ചായത്താണ്. ഇതിനൊന്ന് തനത് വരുമാനം ഇത് പ്ലാൻ ഫണ്ടിൽപ്പെടുത്തി പ്ലാൻ ഫണ്ട് ഞങ്ങൾക്ക് കുറവാണ് കിട്ടുന്നത്. കാർഷിക രംഗത്ത് ഇപ്പോൾ യന്ത്രങ്ങളുടെ ഉപയോഗം സ്വീകാര്യമായിട്ടുണ്ട് ഇല്ലേ? ഈ യന്ത്രങ്ങളൊക്കെ പഞ്ചായത്ത് വാങ്ങിച്ച് നൽകുന്നതാണോ അതോ സ്വകാര്യ വ്യക്തികളുടെയാണോ? സ്വകാര്യ വ്യക്തികളുടെ. പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തില് യന്ത്രങ്ങൾ ലഭ്യമാക്കാനായിട്ട് എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? പഞ്ചായത്ത് നമ്മള് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ വിളിച്ച് കൂട്ടി പഞ്ചായത്ത് സമിതിയുമായിട്ട് ആലോചിച്ചാണ് ഈ നമ്മുടെ കൊയ്ത്ത് മെഷീൻ അവിടെ വിതരണം നടത്തുന്നത്. പിന്നെ ഓരോ ഗ്രൂപ്പ് വിതരണം ചെയ്യുന്നത് ഇത് ഓരോ പാടശേഖര സമിതികൾക്കാണ്.
പാടശേഖര സമിതി. സമിതികൾ. ഈ തൊഴിലാളികളുടെ സംഘങ്ങൾക്ക് ഇത് വിതരണം ചെയ്യാൻ എന്തെങ്കിലും നടപടിയുണ്ടോ? തൊഴിലാളി സംഘങ്ങളുമായിട്ട് ഭൂമി ഉടമയുടെ സംഘത്തിന് കൊടുക്കുന്നതിന് പകരം തൊഴിൽ ചെയ്യുന്നവരുടെ സംഘങ്ങൾക്ക് ഇത് കൊടുക്കുകയും ഇതിന്റെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് അങ്ങനെ ആ തൊഴിലവസരങ്ങൾ ഇവർക്ക് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു രീതി ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു നടപടി വന്നിട്ടില്ല. ആലോചിച്ചാൽ തീർച്ചയായിട്ടും നന്നായിരിക്കും. യന്ത്രവൽക്കരണത്തിന്റെ ഗുണം അധ്വാനിക്കുന്നവർക്കാണ് കിട്ടേണ്ടത്, അത് നില ഉടമകൾക്കല്ല. അതുപോലെ പാട്ടകൃഷി ഇപ്പോൾ മടങ്ങി വരികയാണ്. അപ്പോൾ ഈ മടങ്ങി വരുമ്പോൾ അതിന്റെ പഴയ അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കുന്നുണ്ടോ? പഴയ അപകടങ്ങൾ അറിയാമല്ലോ അല്ലേ? അമിതമായ പാട്ടം പിരിക്കുക, ജന്മിയുടെ ഇഷ്ടത്തിന് പാട്ടക്കാരനെ മാറ്റുക, അങ്ങനെയുള്ളത് വരാതിരിക്കാനായിട്ട് എന്ത് മുൻകരുതലാണ്? ഇപ്പൊ ഇവിടെ പാട്ടം വളരെ കുറച്ചാണ്. കാരണം ഈ തരിശുനിലം കൃഷിയോഗ്യമാക്കുന്ന ഒരു 3 വർഷത്തെ എഗ്രിമെന്റ് വെച്ചാണ് ഈ പാട്ടം. ആദ്യത്തെ വർഷം പാട്ടമൊന്നും കൊടുക്കുകയില്ല, രണ്ടാമത്തെ വർഷം 1500 രൂപയും, മൂന്നാം വർഷം 2000 രൂപയും ഒരു ഏക്കറിന് വെച്ച് കൊടുക്കുന്നു. അത് ചില പഞ്ചായത്തുകളിൽ വെറുതെ ഇട്ടിരിക്കുന്ന ഭൂമിക്ക് എന്തിനാണ് നിങ്ങൾക്ക് പാട്ടം തരുന്നത് എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് പ്രതിഫലം കൊടുക്കാതെ തന്നെ അത് സംഘകൃഷിക്ക് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കൃഷി ചെയ്യൂ എന്ന് നിർബന്ധിക്കുക. നിലവിലുള്ള നിയമപ്രകാരം അത് സാധ്യമാണ് കേട്ടോ. ഈ അംഗനവാടിയിൽ രോഗപ്രതിരോധ ആയുർവേദ മരുന്ന് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ 250 കുട്ടികളാണല്ലോ അംഗനവാടി വരുന്നത്. ഈ ആ പ്രായത്തിലുള്ള മറ്റു കുട്ടികളുമായിട്ട് എന്താണ് വ്യത്യാസം ഇവർക്ക്? ഇപ്പൊ ഈ എത്ര നാളായി ഈ പരിപാടി തുടങ്ങിയിട്ട്? കഴിഞ്ഞ വർഷം തുടങ്ങിയതേ ഉള്ളൂ. എന്തെങ്കിലും മറ്റു കുട്ടികളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? എന്ത് ഗുണമാണ് ഈ ഒരു ഇങ്ങനെ മരുന്ന് കൊടുക്കുന്നുണ്ടെന്നുള്ള പറയാൻ പറ്റുമോ? ഞങ്ങൾ അതിന്റെ ഒരു റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കാരണം 1 വർഷം ആയതേ ഉള്ളൂ തുടങ്ങിയിട്ട്. അത് ഈ വർഷം പ്രൈമറി തലത്തിൽ 1ാം ക്ലാസ്സിൽ കൂടി, കാരണം ഈ അംഗനവാടി കഴിഞ്ഞ് 1ാം ക്ലാസ്സിൽ പോകുന്ന കുട്ടികൾക്ക് കൂടെ അതിന്റെ ഫോളോ അപ്പ് നടത്തുന്നതിന് വേണ്ടി ഈ വർഷം 1ാം ക്ലാസ്സിൽ കൂടി അത് വ്യാപിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഡോക്ടർ ഇത് തുടങ്ങുമ്പോൾ എന്ത് അതിന്റെ ഒബ്ജക്റ്റീവ്? ഇത് പ്രതിരോധം കൂട്ടുക എന്ന് പറഞ്ഞാലും അവർക്ക് അവിടെ വ്യാപകമായി മഴക്കാലത്ത് പനി വരുന്ന സംഭവങ്ങളുണ്ട്. പിന്നെ എനിക്ക് കുടിവെള്ളത്തിന്റെ കാര്യം അറിയണ്ടേ, അവിടെ കുടിവെള്ളത്തിന്റെ ലഭ്യത എങ്ങനെയാ? കുടിവെള്ളത്തിന് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല. പക്ഷെ 100 വീടുകളില് കുടിവെള്ള പൈപ്പ് ലൈനോ മറ്റ് ജലസ്രോതസ്സോ ഇല്ലാന്നാണല്ലോ എഴുതിയേക്കുന്നത്. പൈപ്പ് ലൈന് നമ്മളെ എക്സ്റ്റൻഷൻ നടത്താൻ ഇനിയും ഒരു 100 വീടുകളിലൂടെ എത്താനുണ്ട്. ബാക്കിയുള്ള വീടുകളിലൊക്കെ ഒന്നിട വിട്ടുള്ള ദിവസങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നുണ്ട്. ഒന്നിടം വിട്ടുള്ള ദിവസങ്ങൾ, അല്ലാത്ത ദിവസങ്ങളിൽ അവരെങ്ങനെയാ? ഇത് അവര് ശേഖരിച്ചു വെക്കുന്ന പതിവാണ്. കിണറുകളോ? കിണറുകള് ഈ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് തന്നെ കിണർ പുതിയ പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ട്. അത് വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കുക. വീവരം പഞ്ചായത്തിന്റെ നെൽകൃഷി മേഖലയിലെ നേട്ടങ്ങളെല്ലാം തന്നെ വളരെ നന്നായിട്ടുണ്ട്. അങ്ങ് പറഞ്ഞ തന്നെ 1000 ഹെക്ടറിലാണ് മൊത്തം അതന്നെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ചിരിക്കുന്നല്ലേ പറഞ്ഞത്? അതന്നെ അല്ലേ? അതന്നെ. അവിടെ 1 ഹെക്ടറിൽ 1 ടൺ വീതമാണല്ലോ നെല്ലധികം ഉണ്ടായിരിക്കുന്നത്. അതന്നെ അല്ലേ? അതന്നെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 1000 ഹെക്ടറിൽ നിന്ന് എത്രമാത്രം നെല്ല് അധികം ഉണ്ടായി? ഏതാണ്ട് 600-നും 800-നും വ്യത്യാസമുണ്ട്, ടൺ വ്യത്യാസം ഉണ്ടാവും. അതല്ല, ഇപ്പോൾ 1000 ഹെക്ടറിൽ 1 ഹെക്ടറിൽ 1 ടൺ അധികം ഉണ്ടായാൽ മൊത്തം 1000 ടൺ ഉണ്ടാകണം. അതന്നെ. 1000 ടൺ നെല്ലിന്റെ വില എത്ര വരും? 12 രൂപ വെച്ച്. 12 രൂപ വെച്ചല്ലേ കൊടുക്കുന്നത്? 1,20,20,000,000 രൂപയുടെ നെല്ല് അങ്ങ് അധികം ഉണ്ടാക്കിയെന്നാണ് എന്റെ കണക്ക്. അതന്നെ. അതെന്തുകൊണ്ട് താങ്കൾ പറയുന്നില്ല? നമ്മൾ ഈ 2 കാര്യങ്ങളുണ്ട്. ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലയിൽ ആലപ്പുഴ ഉൾപ്പെടുത്തിയിട്ടില്ല. പാലക്കാട് ഉൾപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ തന്നെ ആലപ്പുഴ ഉൾപ്പെടുത്താത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറഞ്ഞത്, ഇവിടെ കൂടുതൽ പണം നിക്ഷേപിച്ചാൽ അതിനനുസരിച്ചുള്ള ഉൽപാദനക്ഷമത ഉണ്ടാകുകയില്ല. അങ്ങനെ ഒരു വാദഗതി നിലനിൽക്കുന്ന സമയത്ത് താങ്കൾ ഇത്രയും വലിയ ഉൽപാദനക്ഷമത ഉണ്ടാക്കിയിട്ട് എന്തുകൊണ്ട് ഇത് വെളിയിൽ പറയുന്നില്ല? എങ്കിലല്ലേ നമുക്ക് ആലപ്പുഴ ജില്ലയെ ഈ പദ്ധതിയിൽ വരുത്താനൊക്കെ ഉള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ ഈ രീതിയിലുള്ളൊരു കാഴ്ചപ്പാട് എല്ലാ മേഖലയിലും വേണം. എന്തുമാത്രം വിഭവം ഉണ്ടാക്കുന്നു, എന്തുമാത്രം വിഭവം കൃഷിക്കാരെ അവർക്ക് ലഭ്യമാക്കുന്നു, ഇതിൻ്റെ ഫലമായിട്ട് എന്തുമാത്രം ഗുണം കൃഷിക്കാർക്കുണ്ടാകുന്നു, ഈ കണക്കുകൾ പറയാത്തിടത്തോളം കാലം നമ്മുടെ കൃഷി വികസന പ്രവർത്തനങ്ങൾക്ക് കയ്യടി കിട്ടില്ല, ജനകീയ അംഗീകാരം കിട്ടില്ല. അതിനുകൂടി അങ്ങേപോലെ വളരെ സരസമായി ഏത് ചോദ്യത്തിനെയും മുല്ലപ്പൂ വീഴുന്നതിനൊക്കെ ലാഘവത്തിൽ എടുത്തുകൊണ്ട് ഉത്തരം പറയുന്ന ഒരാൾ ഈ കാര്യത്തിൽ കൂടി ശ്രദ്ധിക്കണം. മറ്റ് പല പഞ്ചായത്തുകളിലും കണ്ട ഒരു കാര്യം, ഈ മാനസികമായി മന്ദബുദ്ധികളായിപ്പോയ കുട്ടികൾക്കും വികലാംഗർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ബഡ്സ് സ്കൂളുകൾ ഉണ്ടാക്കിയതായിട്ട് കണ്ടു. ആലപ്പുഴ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടോ?
പഞ്ചായത്തിന് അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ? ഞങ്ങൾ മാനസിക ശാരീരിക വെല്ലുവിളി നേടുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം നടത്തുന്നുണ്ട്. അതുകൂടാതെ വികലാംഗർക്കുള്ള ക്ഷേമ പദ്ധതികൾക്ക് അവരുടെ താമസിക്കുന്ന വീടുകൾക്ക് അവരുൾപ്പെട്ട കുടുംബത്തിന് ഉള്ള വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള ക്രമീകരണം ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് തുടങ്ങിക്കൂടെ? ഗതിയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനത്തെ വളരെ ഓരോ വീടും കഷ്ടപ്പെടുകയാണ് അങ്ങനെയുള്ള കുട്ടികൾ ഉള്ള വീടുകൾ. തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സ്കൂൾ തുടങ്ങാനും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രദ്ധാഭവനം പോലെയുള്ള തുടർ പദ്ധതികൾ നടത്താനും പഞ്ചായത്ത് വാസ്തവത്തിൽ കടപ്പെട്ടതാണ്. പിന്നെ മദ്യത്തിന്റെ അവസ്ഥ എന്താണ്? കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പുതിയ ടെൻഡർ വന്നപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഇടപെട്ടുകൊണ്ട് ഷാപ്പിന് അവിടെ സ്ഥലം കൊടുക്കണ്ട എന്ന് ആ പ്രദേശവാസികളുമായിട്ട് പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ 1-2 ഷാപ്പുകൾ അവിടെ നിർത്തൽ ചെയ്യുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. രാജീവ് ഗാന്ധി കൊണ്ടുവന്ന പഴയ ഒരു നിയമം ഓർമ്മയുണ്ടല്ലോ, പഞ്ചായത്ത് രാജ് ബില്ല്. തീർച്ചയായിട്ടും അതിൽ നിന്ന് ഈ മദ്യഷാപ്പ് വേണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കാൻ പഞ്ചായത്തിനുള്ള അധികാരം എടുത്തു കളഞ്ഞവരാണ് നമ്മൾ, അറിയാമല്ലോ. തീർച്ചയായിട്ടും അത് ഇടതുപക്ഷം എടുത്തു കളഞ്ഞു. വലത്തുപക്ഷം പിന്നീട് വന്നപ്പോൾ ഞങ്ങളെല്ലാം ഒരുപാട് അപേക്ഷിച്ചിട്ടും അത് പുനഃസ്ഥാപിക്കണമെന്ന് അപേക്ഷിച്ചിട്ട് വലത്തുപക്ഷം അനങ്ങിയില്ല. അപ്പോൾ 2 കൂട്ടരും അതിനെ അനുകൂലിച്ച് തന്നെ നിന്നു. അതുകൊണ്ടാണ് ഈ മദ്യം ഇത്രയധികം വർദ്ധിക്കുന്നത്. പിന്നെ മുതലാളി, ഏറ്റവും വലിയ മുതലാളി സർക്കാർ തന്നെയാണ്. അങ്ങനെയുള്ള രാജ്യത്ത് മദ്യത്തിനെതിരായിട്ട് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയെങ്കിലും കൊച്ചുകുട്ടികൾ മദ്യപാനം തുടങ്ങുന്ന നാടാണെന്ന് ഓർമ്മിച്ച് അതിനുവേണ്ടിയൊക്കെ എന്തെങ്കിലും ചെയ്യണം. എങ്ങനെയുണ്ടായിരുന്നു സാർ ഇവിടെ വന്നിട്ടുള്ള അനുഭവം? വളരെ നല്ലൊരു അനുഭവമാണ്. എൻ്റെ പഞ്ചായത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ബഹുമാനപ്പെട്ട ഈ ജൂറി അംഗങ്ങളുടെ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും അത് ഒരു വലിയ വഴിത്തിരിവ് തന്നെയാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക. മാർക്ക് ചോദിക്കല്ലേ? തീർച്ചയായിട്ടും. കണ്ണമാഷേ? എന്റെ മാർക്ക് 15-ൽ 11. 15-ൽ 11.5. 10-7. 10-8. 10-7. വിയപുരം പഞ്ചായത്തിന് ലഭിച്ചിരിക്കുന്ന മാർക്ക് 60-ൽ 44.5. ഈ പഞ്ചായത്തിനെ നിങ്ങൾക്കും സപ്പോർട്ട് ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾ SMS അയക്കണം. SMS അയക്കേണ്ട ഫോർമാറ്റ് GKE സ്പേസ് VPRM സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്ക്. SMS അയക്കേണ്ട നമ്പർ 537252. പാഴിലഴുക്കു പെടുന്ന ദിക്കിൽ, ചാഴിപ്പുഴുക്കൾ നിറഞ്ഞ ദിക്കിൽ, വേലയ്ക്ക് ചെന്ന് മിനപ്പെടുത്തും നീലിപ്പുലക്കള്ളി എല്ലികാക്ക. വൈലോപ്പിള്ളിയുടെ കാക്ക എന്ന കവിതയിലേതാണ് ഈ വരികൾ. പ്രാവുകളോ കുയിലുകളോ തത്തകളോ ഒന്നുമല്ല നാടിന്റെ അഭിമാനം, കുരുട്ടിന്റെ കിടാത്തിയായ കാക്കകളാണ്. ഗ്രീൻ കേരള എക്സ്പ്രസിലെത്തുന്ന പഞ്ചായത്തുകൾക്ക് ഞങ്ങൾ നൽകുന്ന സ്നേഹോപഹാരവും കാക്കയുടെ ശില്പമാണ്. മറ്റൊരു അധ്യായത്തിനു കൂടി ഇവിടെ തിരശ്ശീല വീഴുന്നു. വീണ്ടും കാണാം. നമസ്കാരം. തെളിവിണ്ണിൽ കരിമൂടിയാകെ നിറഞ്ഞൊരു കാലം, ജീവൻ വിറയോലും ഒരു കെടുകാലം. കുന്നും പുഴമണലും ചെറുനാണയത്തിനു വിത്തുതുലയ്ക്കും നെഞ്ചിൽ കനിവില്ലാത്തൊരു കളിയല്ലോ. ചെറുനേരം കഴിയാനായി വീണു കിട്ടിയ വരവിതു നാം പോകുമ്പോൾ കൈമാറിപ്പോവേണം. ചെറുനേരം കഴിയാനായി വീണു കിട്ടിയ വരവിതു നാം പോകുമ്പോൾ കൈമാറിപ്പോവേണം. കുഞ്ഞിക്കാലാലിന്നീ മുറ്റത്തോടുന്നോ കുഞ്ഞുങ്ങൾക്കായി നാം ഈ ലോകം നൽകേണ്ടേ. കുഞ്ഞിക്കാലാലിന്നീ മുറ്റത്തോടുന്നോ കുഞ്ഞുങ്ങൾക്കായി നാം ഈ ലോകം നൽകേണ്ടേ. ശുചിത്വ കേരളം, സുന്ദര കേരളം, ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.